ഇന്ന് നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന പൂരിയും കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ? അതിനാദ്യം നമുക്ക് പൂരി ഉണ്ടാക്കാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് റവയും ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ കിഴങ്ങും ക്യാരറ്റും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു കടായി വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് വത്തൽമുളക് ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ വഴണ്ട് വരുന്നതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്യുക. സവോള ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സവോള നന്നായിട്ട് വഴന്ന് വരേണ്ട കാര്യമില്ല. ഒരു പച്ചച്ചൊവ്വ മാറി ഒരു കടിക്കുന്ന ഒരു പാകത്തിന് മാത്രം നമ്മൾ സവോള വഴറ്റിയെടുത്താൽ മതി. ആ സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. അതിനുശേഷം സവോള ആ ഒരു പാകത്തിന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു മഞ്ഞ കളർ കിട്ടണമല്ലോ, അപ്പോൾ അതിനുള്ള ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ലേശം മാത്രം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങിൻ്റെ ക്യാരറ്റിൻ്റെ മിക്സ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട. നമ്മൾ കുക്കറിൽ വേവിച്ച വെള്ളം മാത്രം ആഡ് ചെയ്ത് നമ്മുടെ പാകത്തിനനുസരിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിനി പൂരി ഉണ്ടാക്കാം. ഒന്നുകൂടി ആ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് ഓരോരോ പൂരികൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ പൂരിയും കിഴങ്ങ് കറിയും റെഡിയാവും. എല്ലാവർക്കും ഈ പേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്